മറ്റൊരു വാർത്തയിലേക്ക്. ഉണ്ണി മുകുന്ദൻ മാപ്പ് പറഞ്ഞുവെന്ന മുൻ മാനേജർ വിപിൻ കുമാറിന്റെ വാദം ശരിയല്ലെന്ന് ഫെഫ്ക. ചർച്ചയിലെ ധാരണ ലംഘിച്ച വിപിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പ്രസ്താവനയിൽ പറഞ്ഞു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. വിഷ്ണു, ഇന്നലെയാണ് ഫെഫ്കയും അമ്മയും ചേർന്ന് ഇരുവരെയും കേട്ടത്, ഉണ്ണി മുകുന്ദനെയും മാനേജർ വിപിൻ കുമാറിനെയും കേട്ടത്. അതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ ഇന്നലെ തന്നെ വന്നതുമാണ്. പക്ഷെ പിന്നീട് വിപിൻ നടത്തിയ ചില പ്രസ്താവനകളും പ്രതികരണങ്ങളും ഒക്കെയാണ് ഇപ്പോൾ പുതിയ വിവാദമായി മാറിയിരിക്കുന്നത്. അതിലിപ്പോൾ ഫെഫ്ക ഇടപെടുന്നു. എന്താണ് സംഭവം? ഫെഫ്ക എന്താണ് ഈ വിഷയത്തിൽ ഇനി സ്വീകരിക്കുന്ന നിലപാടും നടപടിയും? പ്രജിൻ, ഉണ്ണി മുകുന്ദൻ വിപിൻ കുമാർ തർക്കത്തിൽ വിപിൻ ഒറ്റപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് ഫെഫ്ക കൂടി വിപിനെ പൂർണ്ണമായും തള്ളുകയാണ്. ഇന്നലെ ഏകദേശം 2 മണിക്കൂറോളമാണ് താരസംഘടനയായ അമ്മയും അതോടൊപ്പം തന്നെ ഫെഫ്കയും ഒരുമിച്ച് ഈ രണ്ടുപേരെയും ഇരുത്തി, വിപിൻ കുമാറിനെയും അതോടൊപ്പം ഉണ്ണി മുകുന്ദനെയും ഇരുത്തി വിശദമായി ചർച്ച നടത്തിയത്. അതിനുശേഷം ആ ചർച്ചയ്ക്ക് ശേഷം പുറത്തു വന്ന ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കിയത് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു, ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായി, ആ കാര്യങ്ങളെല്ലാം പരിഹരിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം പോവുകയായിരുന്നു. പക്ഷേ ഇതിന് പിന്നാലെയാണ് ഇന്ന് വിപിൻ നമുക്കൊരു പ്രതികരണം നൽകിയത്. ഉണ്ണി മുകുന്ദൻ ഇന്നലെ ഈ ചർച്ചയ്ക്കിടയിൽ തന്നോട് നിരുപാധികം മാപ്പ് പറഞ്ഞു. തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ഉണ്ണി പിൻവലിച്ചു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് വിപിൻ കുമാർ ഇന്ന് നടത്തിയത്. പക്ഷേ അതിനെല്ലാം തള്ളുകയാണ് ഫെഫ്ക ജനറൽ സെക്രട്ടറിയായ ബി ഉണ്ണികൃഷ്ണന്റെ പ്രസ്താവന. അദ്ദേഹം പറയുന്നത് ഇന്നലെ നടന്ന ചർച്ച അത് ഏറെക്കുറെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചതാണ്. പക്ഷേ ഇന്ന് വിപിൻ കുമാർ നടത്തിയിട്ടുള്ള ഈ പ്രസ്താവന, നമുക്ക് നൽകിയിട്ടുള്ള ഈ ബൈറ്റ്, അതിൽ ചില കാര്യങ്ങൾ, അടിസ്ഥാനരഹിതമായ ചില കാര്യങ്ങൾ ഉന്നയിക്കുന്നത്, പ്രത്യേകിച്ച് ഉണ്ണി മുകുന്ദൻ മാപ്പ് പറഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ തെറ്റായ വാദമാണ്. ഒപ്പം ചട്ടലംഘനം അല്ലെങ്കിൽ ഇത്തരത്തിൽ സംഘടനാ ലംഘനം നടപടികൾ ലംഘിക്കുന്ന നിലപാട് ഈ വിപിൻ കുമാറിന്റെ ഭാഗത്തുണ്ടായി. വിപിനെതിരെ നടപടി സ്വീകരിക്കാൻ ഫെഫ്ക തയ്യാറെടുക്കുന്നു എന്ന് പറയുന്നു. അതായത് ഈ വിഷയത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉണ്ണി മുകുന്ദൻ വിപിൻ കുമാർ തർക്കത്തിൽ വിപിൻ പൂർണ്ണമായും ഒറ്റപ്പെടുകയാണ്. നേരത്തെ ആദ്യം വിപിനെ പൂർണ്ണമായും പിന്തുണച്ച സംഘടനയാണ് ഫെഫ്ക. ഏറ്റവും ആദ്യം ഈ വിഷയത്തിൽ നിലപാടെടുത്ത സംഘടന കൂടിയാണ് ഫെഫ്ക. പക്ഷേ ഇപ്പോൾ ഫെഫ്ക തന്നെ വിപിനെ തള്ളിപ്പറയുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അത് വിപിൻ ഉണ്ണി മുകുന്ദൻ നിരുപാധികം ഈ ചർച്ചയുടെ ഭാഗമായി മാപ്പ് പറഞ്ഞു എന്ന പ്രസ്താവന നടത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഫെഫ്ക കൂടി പൂർണ്ണമായും വിപിനെ തള്ളുന്നത്. പ്രജിൻ.